ചരിത്ര മുഹൂർത്തം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ്. സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട്. കേരളത്തിൻ്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു. തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ എത്തിക്കഴിഞ്ഞു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനാണ് വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചത്. ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ ആയാണ് കപ്പൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കും. ട്രയൽ റണ്ണാണ് വ്യാഴാഴ്ച നടന്നത്. കപ്പലിൽ എത്തിയ കണ്ടെയ്നറുകൾ അടുത്ത ദിവസം തുറമുഖത്തെത്തുമെന്നും മറ്റു കപ്പലുകളിൽ മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകും. സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്ക് കപ്പലുകൾ എത്തും. 3 മാസത്തിനുള്ളിൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമാകും. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണിത്. PPP മാതൃകയിൽ 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് യാഥാർത്ഥ്യമായത്. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെ തുടർ സമരങ്ങൾ നടക്കുമ്പോഴാണ്, അതിനൊന്നും ശാശ്വത പരിഹാരം കാണാതെയാണ് തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് എന്ന ആരോപണവും വ്യാപകമാണ്. തുറമുഖ വികസനം രാജ്യങ്ങളെ അതിവേഗം ലോക വിപണിയിൽ വൻ ശക്തിയാക്കും. UAE, സിംഗപ്പൂർ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അതിവേഗം ലോക വിപണിയിൽ വൻ ശക്തിയായി മാറിയതിൻ്റെ പിന്നിൽ പ്രധാനമായും അവിടുത്തെ മദർ പോർട്ടുകൾ തന്നെയാണ്. ഒരു കാലത്ത് ഒന്നും ഇല്ലാതിരുന്ന രാജ്യങ്ങളെപ്പോലും മദർ പോർട്ടുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാം മാറ്റിമറിക്കുകയായിരുന്നു. അത്തരം രാജ്യത്തിന് ചുറ്റുമുള്ള നിരവധി മദർ പോർട്ടുകളാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് അതിവേഗം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതും വൻ കപ്പലുകൾ വഴിയാണ്. സിംഗപ്പൂരിൻ്റെ GDPയുടെ മുഖ്യഭാഗവും അവിടുത്തെ മദർ പോർട്ട് കേന്ദ്രീകരിച്ചാണ്. UAE ലോകത്തിന് മുന്നിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടാൻ കഴിഞ്ഞതും മദർ പോർട്ടുകളാണ്. ഇപ്പോൾ കേരളത്തിനും സമാനമായൊരു സാധ്യതയും കൈവന്നിരിക്കുകയാണ്. വിഴിഞ്ഞം എന്ന ലോകോത്തര നിലവാരമുള്ള മദർ പോർട്ട് വഴി ക്രമേണ ഇന്ത്യക്കും അതുവഴി കേരളത്തിനും വരാൻ കഴിയുന്നത് വൻ വികസന സാധ്യതകളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മദർ പോർട്ടുകൾ വഴിയാണ് മിക്ക രാജ്യങ്ങളും വികസന കുതിപ്പ് നടത്തിയതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. വൻ പ്രതീക്ഷയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള ബസ്സിൽ യാത്ര ചെയ്യാൻ ആളില്ല, സർവീസ് മുടങ്ങി. കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് നവകേരള ബസ് സർവീസ് നടത്തിയത് ഇപ്പോൾ കയറാൻ ആളില്ലാത്തതിനാൽ സർവീസ് മുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രി സംഘം സഞ്ചരിച്ച് ബസ് കഴിഞ്ഞ മെയ് 5-നാണ് കോഴിക്കോട് ബാംഗ്ലൂരുവിലേക്ക് യാത്ര തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച നവകേരള ബസ് ലോകത്ത് തന്നെ ആദ്യ സംഭവമാണെന്നും മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുമെന്നും CPM സീനിയർ നേതാക്കൾ അടക്കം വാനോളം പുകഴ്ത്തിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കയ്യേറ്റം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അടക്കം സമരക്കാരെ കൈകാര്യം ചെയ്തതാണ്. അതെല്ലാം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞതുമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം LDFിലെ ഘടകകക്ഷികൾ തന്നെ നവകേരള സദസ്സിന് തള്ളിപ്പറയുകയും അത്തരം കോടികൾ മുടക്കിയ ബസ്സാണ് കട്ടപ്പുറത്ത് കയറാൻ പോകുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. 2.25 കോടിയുടെ റേഷൻ സാധനങ്ങൾ അപ്രത്യക്ഷമായി. 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടിയിലധികം
രൂപയുടെ റേഷൻ സാധനങ്ങൾ കാണാനില്ല. മലപ്പുറം തിരൂര് കടുത്താൻകുഞ്ഞിൽ പ്രവർത്തിച്ചു വരുന്ന സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടിയുടെ സാധനങ്ങളാണ് കാണാതായത്. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഡെപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 8 സപ്ലൈകോ ജീവനക്കാരെ കൽപ്പഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സ്കൂൾ കുട്ടികൾക്കുള്ള അരി വരെ കടത്തിയതും വാർത്തയായതാണ് കേരളത്തിൽ. പ്രതിപക്ഷ നേതാവും എം പി രാജേഷ് മന്ത്രിയും നേർക്കുനേർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചതിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായി. ധിക്കാരത്തോടെ പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് ആർ ബിന്ദു ആരോപിച്ചു. മന്ത്രി ആർ ബിന്ദുവിനെ പിന്തുണച്ച് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവുമാണെന്ന് മന്ത്രി എം പി രാജേഷ് സഭയിൽ ആരോപിച്ചു. മന്ത്രി രാജേഷ് സ്പീക്കർ കളിക്കേണ്ട, പ്രതിപക്ഷത്തിൻ്റെ വായ അടയ്ക്കാൻ നോക്കണ്ട, ഇനിയും വിരൽ ചൂണ്ടി സംസാരിക്കും, വിമർശിക്കുമെന്നും ധാർഷ്ട്യവും പുച്ഛവും ആർക്കാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്തുകൊള്ളൂ, അവിടെ കുത്തിയ ചാപ്പ ഇവിടേക്ക് എടുക്കുന്ന പ്രവർത്തനം ഇവിടെ വേണ്ടെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു.